ഇതൊരു കാതിൻ്റെ കഥയാണ്, കണ്ടുകൊണ്ടില്ലാതാവുന്ന ഒരു കാലത്തിൻ്റെ കഥ. ഇങ്ങനെ ആരും കേൾക്കാത്ത കുറേ ശബ്ദങ്ങളുണ്ട് ഓരോ കാട്ടിലും. എല്ലാവരും കാട്ടിലേക്കൊക്കെ പോകും, വിറകിനൊക്കെ രാവിലെ വെള്ളമൊന്നും കുടിക്കില്ല, അങ്ങനെയൊക്കെ പോകും എണീച്ചിട്ട്. അപ്പോൾ അങ്ങനെ പോയി കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എത്തുമ്പോൾ വള്ളിയായി കിട്ടുന്ന വിറകും പെറുക്കി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുഞ്ഞു വീഴും മരത്തിന് മുകളിൽ നിന്ന്. അത് പെറുക്കി കൊണ്ട് ഒരു വൃശ്ചന്താനും ഈ മാസമൊക്കെ ആകുമ്പോഴത്തേനും അത് പോവുള്ളൂ, അപ്പോഴേ കിട്ടുള്ളൂ. ആദിവാസി മക്കളാണ് വയനാട്ടിൽ വയലിൻ്റെ അരികിലുള്ള തോട്ടിലാണ് ഞങ്ങൾ കൈത വെട്ടാൻ പോണേ. ഞണ്ട് പിടിക്കാൻ പോകും, പിന്നെ മീൻ പിടിക്കാൻ പോകും, കത്തിയൊക്കെ കൊണ്ട പോണേ. ഇപ്പോൾ കൈതൊക്കെ വെട്ടും കറുത്ത ഭാഗം കഴിഞ്ഞിട്ട്. കറുത്ത ഭാഗിൻ്റെ മുന്നേ വെട്ടിയാൽ അത് പിന്നെ കുത്തിപ്പോകും. വെട്ടിക്കൊണ്ടുപോയതെല്ലാം ഞങ്ങളുടെ ശബ്ദങ്ങളായിരുന്നു. കിട്ടിയതൊന്നും അത്ര മധുരമുള്ളതായിരുന്നില്ല. തേന് പിന്നെ ഒരു പല സ്ഥലങ്ങളും അറിയും, അതിനകത്ത് തേനീച്ച ഉണ്ടാവില്ല. അപ്പം അത് നോക്കി പോയി പിന്നെ അതിൽ നിന്നും മെഴു കൊടുക്കും. ചിലത് ആളിക്കത്തും. ഓലയോ പിന്നെ കരിയിലയൊക്കെ ഇട്ട് നല്ലോണം തീ കത്തിക്കുമ്പോൾ അത് കനലിലേക്ക് ഇട്ടാൽ കത്തിപ്പോകും. പിന്നെ അത് വെണ്ണീരാകുമ്പോൾ ആ വെണ്ണീരിലേക്ക് അതിടും നല്ലോണം. അത് പിന്നെ വെണ്ണീരിൽ ഇട്ടാൽ അത് വാടി കിട്ടുള്ളൂ. പിന്നെ കനലിലേക്ക് ഇട്ടാൽ അത് പിന്നെ കത്തിപ്പോകും. അതുകൊണ്ട് അങ്ങനെ പതുക്കെ ചാരത്തിലേക്ക് ഇടും. ചാരത്തിലേക്ക് അത് ഇട്ടിട്ട് വലിച്ചെടുത്തിട്ടാണ് വെയിലേക്ക് വെക്കുന്നത്. വെള്ളം ചൂടാക്കി തിളച്ച വെള്ളത്തിൽ അത് ഇടുമ്പോൾ അതിൻ്റെ പിന്നെ മണലും ഒക്കെ പോകും. അത് പോകുമ്പോൾ അതിന് തണുത്ത് വരുമ്പോൾ കഴുകി പെറുക്കി പിന്നെ കൊണ്ടുവന്ന് വെച്ച് ഉരലിലിട്ട് ഇടിക്കും. അത് ഉണ്ടെങ്കിലും ഇടിച്ചെങ്കിൽ അത് ശരിയായി കിട്ടുള്ളൂ. ഇടിച്ച് ചതച്ച് പിന്നെ അത് ഒരു ഉണ്ട പോലെ ആക്കും. പിന്നെ കൈതോലല്ലേ നമ്മൾ ചുട്ടു വെക്കുന്നത്, ആ കൈതോലിലേക്ക് അങ്ങനെ വട്ടത്തിൽ അങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തേക്കും. എണ്ണ തേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുഞ്ഞുകുരു ഇട്ട് അതിൻ്റെ മുകളിൽ കൊട്ടിക്കും. കാടിന്റെ ശബ്ദവും നിശബ്ദതയും കോർത്തുകോർത്താണ് കാതിങ്ങനെ കിളുങ്ങുന്നത്. അവരെല്ലാം കേൾക്കുന്നുണ്ട്, അവരെപ്പോഴും ചിരിക്കുന്നുമുണ്ട്. എന്നും കിളുങ്ങട്ടെ, എപ്പോഴും ചിരിക്കട്ടെ. അതിമനോഹരമായ ആ ദൃശ്യങ്ങൾ, പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ച ഷമീർ മച്ചിങ്ങൽ, ഞങ്ങളുടെ ക്യാമറമാൻ തന്നെ ഇപ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഷമീർ, അടിപൊളി വിശ്വാസമാണ്, ഒരു രക്ഷയുമില്ല. മാത്രമല്ല എഡിറ്റിങ്ങും കൂടി ചെയ്ത പുള്ളിയാണ്. അങ്ങനെ ആ മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ അറിവ്, പുതിയ ജീവിതങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു തോടയുടെ പണിപ്പുരയിലേക്ക് എത്തിയത്? ഒരു ജീവിതവും കൂടി അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരുന്നു അനുഭവം? അതായത് പണ്ട് മുതലേ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. കാരണം എൻ്റെ വീട് വയനാട്ടിലാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ടേ കാണുന്നതാണ്.
ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കാണൽ വളരെ കുറവാണ്. അപ്പോൾ റെയറായിട്ട് ആളുകൾ അങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇതിങ്ങനെ കാണാതെ ഇരിക്കുമ്പം പിന്നീടാണ് കമലേട്ടൻ പറയുന്നത് ഇങ്ങനൊരു സംഗതി ഉണ്ട്, തോടുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു സ്റ്റോറി ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെ കമലേട്ടന് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള സൂര്യ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ഇതുണ്ടാക്കുന്ന ആളുകളുണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ നമ്മൾ റെഡിയാക്കി കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ അവരിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ അവരെടുത്ത് പോയി അങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ച് ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നു. പിന്നീട് ഇതിനെ ഒരു സ്റ്റോറി ആക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റോറി ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഒരു സംഗതി ഒരു സ്ഥിരം പാറ്റേൺ തന്നെ പിടിക്കാതെ തന്നെ ഒരു പുതിയ ഫോർമാറ്റിൽ പിടിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഒരു ചെറിയ ത്രെഡ് നമുക്ക് എനിക്ക് കിട്ടുകയും അങ്ങനെ അതിനെ ഞാൻ എന്തൊക്കെ വേറൊരു ChatGPT ഇട്ട് ഒരു പ്രോമീറ്റർ കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ആക്കിയിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എന്താക്കി സ്റ്റോറിയിലേക്ക് പോയി പിന്നീട് അവിടെ പോയി ഇതിലെ ഒരു കഥാപാത്രത്തിലേക്കൂടെ എന്താ പറയുക കഥ പറയുക എന്നുള്ള രീതിയിലൂടെ നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു മെയിൻ കഥാപാത്രം കാണുന്ന ഒരു പുസ്തകം വായിക്കുന്ന ഇതിൽ കൂടെ കാണുന്ന ഒരു സ്വപ്നത്തിലേക്ക് കാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്വപ്നത്തിലേക്കാണ് ഈ സ്റ്റോറീൻ്റെ മേക്കിംഗ് മൊത്തം കൊണ്ടുപോകുന്നത്. ആ മേക്കിംഗ് പുതിയ രീതിയിലൂടെ ഒരു സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിലാണ് ആളുകൾക്ക് ഇത് പിന്നീടും മനസ്സിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു സ്റ്റോറി പാറ്റേൺ തന്നെ പിടിക്കുന്നത്. അങ്ങനെ ഈ പിന്നെ തോടുണ്ടാക്കുന്ന ആളുകളെടുത്ത് പോയി എങ്ങനെയാണ് ആദ്യം ഇതിൻ്റെ ഒരു റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയൊക്കെയാണ് അവർ പിന്നെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം അവരെ ഷൂട്ട് ചെയ്യാൻ അവരെ വയലിൽ കൂടെയും നമ്മൾ കുറേ പണിയെടുത്തിട്ടുണ്ട്. കുറേ പണി വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളൊരു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കൊണ്ട് നടന്ന് അങ്ങനെ ഓരോന്നും ഞാനൊക്കെ റിപ്പീറ്റ് ഷോട്ടൊക്കെ ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടൊക്കെ എടുക്കുമ്പം തന്നെ നമ്മൾ അവരോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ആ ചെറിയ കൈതോലൊക്കെ വെട്ടി അത് കൊണ്ടുവന്ന് പിന്നെ തേനിൻ്റെ തേനിൻ്റെ ഒരു വാക്സ് ഉണ്ട്, അത് എടുക്കുന്ന ഷോട്ടുകൾ, അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ സ്റ്റോറീനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് വന്ന് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ തീയിലിട്ട് ചുട്ടെടുത്ത് പിന്നെ അതിൽ തേനിൻ്റെ ഒരു വാക്സ് പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുന്നിക്കുരുവൊക്കെ വെച്ചിട്ടാണ് അവർ ഇത് ഉണ്ടാക്കുന്നത്. അത് ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ചെറുപ്പത്തിൽ തന്നെ പണ്ടുള്ള ആളുകൾ ചെറുപ്പത്തിൽ തന്നെ ഈ കാതിങ്ങനെ ചെറുതാക്കിയിട്ട് ചെറിയ ഓല ഇട്ടിട്ട് തുളച്ചിങ്ങനെ അതിങ്ങനെ വലുതാക്കിയിട്ട് അവസാനം കല്യാണപ്രായമൊക്കെ ആകുന്ന സമയത്തായിരിക്കും ഇവർ ഈ മഞ്ചാടിക്കുരു ഈ കുന്നിക്കുരു ഈ കാതിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആ കുന്നിക്കുരു വെച്ചിട്ടുള്ളത് ഈ കല്യാണത്തിൻ്റെ പ്രായമാകുമ്പോഴാണ് അവർ ഇങ്ങനെ ഇത് വെക്കുന്നതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതാക്കി പിന്നീട് ഇത് ഉണ്ടാക്കി തന്ന് പിന്നെ ഈ കാതിൽ ഈ തോട ഇടുന്ന ആളുകളെ തേടിയിട്ടായി. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ആകെ 1, 2, 3 ആളുകൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ സൈഡ് പോയി അങ്ങനെ 2 ആൾക്കാരെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അവരെ വിഷ്വൽ മൊത്തം എടുത്ത് വന്ന് അവസാനം നമ്മളിത് എഡിറ്റിലേക്ക് വന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാതിൻ്റെ കഥ കൂടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി വെച്ചാൽ കാത് നമ്മൾ ശബ്ദം കൂടി അതിൽ ഇൻവോൾവ് ആകണമല്ലോ. അപ്പം ഇതിൽ പിന്നെ ശബ്ദത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തു. ശബ്ദം പിന്നെ ഇതിൻ്റെ അവരുടേതായിട്ടുള്ള തന്നെ മ്യൂസിക് നമ്മൾ ഉപയോഗിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി എല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്താണ് മ്യൂസിക്കിൻ്റെ കാര്യം നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ആദിവാസി കലാകാരനായിട്ടുള്ള വിനു കിടൽച്ചലിനാണ് ഇതിൻ്റെ മ്യൂസിക് എനിക്ക് ചെയ്തത്. ഞാൻ ഈ സ്റ്റോറി മൊത്തം ഒരു ഫസ്റ്റിൽ നമ്മൾ സ്റ്റോറിയൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത് പ്ലേ ചെയ്ത് കൊടുത്തു. റിയൽ ടൈമിലാണ് എനിക്കത് മ്യൂസിക് ഉണ്ടാക്കി തരുന്നത്. പിന്നീട് ഇവരുടേതായിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട്. ഇവർ ഈ ഉപയോഗിക്കുന്ന അതായത്
പേനപ്പാട്ട് എന്ന് പറയും. പേനപ്പാട്ട് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലാണ് പേനപ്പാട്ട് പാടാറുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറീൻ്റെ ലാസ്റ്റ് ഒരു നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതൊരു ഇനി ഇല്ലാതാകുന്ന ഒരു ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ അതൊരു തീർച്ചയായും അത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ശരിക്കും പുതിയ അറിവാണ്, പുതിയ ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊക്കെ നമുക്ക് മാത്രമായിരിക്കും പുതിയതല്ലേ. ഷമീർ പറഞ്ഞു തുടങ്ങിയത് അത് തന്നെയാണ്. നിങ്ങൾ പണ്ട് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് കാണുന്നില്ല. ഇപ്പോൾ കാണുമ്പോഴും അത്ഭുതത്തോടു കൂടി എല്ലാത്തിനെയും സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാലം മാറി വരുന്നതിനനുസരിച്ച് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് എന്ന് നേരിട്ട് അറിയുന്നവരാണ്. എന്തായാലും ആ ഒരു സ്റ്റോറിക്ക് പിന്നിലുള്ള കഷ്ടപ്പാട് ഇത്രത്തോളം ഉണ്ട്. അതെന്തായാലും ആ കഷ്ടപ്പാടിന് ഫലമുണ്ട്. അത്രത്തോളം മനോഹരമായിട്ട് ഓരോ മനുഷ്യന്റെ മനസ്സിലേക്കും ആ ഒരു സ്റ്റോറി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ഷമീർ.